ഹരേ കൃഷ്ണ. വീണ്ടും പ്രഹ്ലാദനെക്കുറിച്ച് തന്നെ പറയാം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, 21 തലമുറ ഭഗവാൻ ഉറപ്പ് നൽകിയതാണ്. അവരുടെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കണു, അവരുടെ സന്മാർഗത്തിലേക്ക് പോകണം എന്നുള്ള ഒരു ഭാവം അല്ലെ. അവർ വഴി തെറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം പ്രഹ്ലാദ എന്നുള്ളൊരു ഭാവത്തിലുള്ള ആ ഒരു ഭഗവാന്റെ വാത്സല്യം, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ആ ഉദാഹരണങ്ങൾ ഭാഗവതത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത സ്കന്ധമായിട്ടുള്ള അഷ്ടമസ്കന്ധത്തിൽ എത്തുമ്പോഴേക്കും പ്രഹ്ലാദന്റെ പൗത്രനായിട്ടുള്ള ഇന്ദ്രസേന മഹാബലിയുടെ കഥ പറയും. മഹാബലി ഈ പറഞ്ഞ പോലെ ഭക്തിയുള്ള ആളാണ്. ഭഗവാനോട് അത്രയും ആരാധനാഭാവം, ബഹുമാനഭാവം, ഭക്തി ഒക്കെ ഉള്ള ആളാണ്. അതിൽ അത്ഭുതമൊന്നുമില്ല, പ്രഹ്ലാദന്റെ പേരക്കുട്ടിയല്ലേ. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഗുരുപ്രസാദം കാരണം, ശുക്രാചാര്യരുടെ അനുഗ്രഹം കാരണം ഒരിക്കൽ മരിക്കപ്പെട്ടിട്ട് പോലും തിരിച്ച് ആ മൃതസഞ്ജീവനി വിദ്യ കൊണ്ട് അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടി. ലോകത്തിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും അദ്ദേഹത്തിന് ചേർന്ന ആ സന്ദർഭത്തിൽ നമുക്കൊക്കെ ഉണ്ടാവണ പോലെ, നമുക്കൊക്കെ സുഖം വരുന്ന സമയത്ത്, ഐശ്വര്യം വരുന്ന സമയത്ത് അറിയാതെയെങ്കിലും നമ്മൾ ഭഗവാനെ മറക്കും. നമ്മളാണ് ഇതൊക്കെ കൊണ്ട് നടക്കണം എന്നുള്ളൊരു ഭാവം വരും. അങ്ങനെ ഒരു ഭാവം അറിയാതെ ഈ മഹാബലിക്കും വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അഹങ്കാരം എന്ന് പറഞ്ഞാൽ നാശത്തിക്കുള്ള വഴിയാണ്. നമ്മളിതിന് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഭക്തന്മാരിൽ അഹങ്കാരം ഒരിക്കലും ഭഗവാൻ അനുവദിക്കുന്ന സംഭവമല്ല. കാരണം നമേ ഭക്ത പ്രണശ്യതി എന്ന് ഭഗവാന്റെ തന്നെ വാക്കാം. എൻ്റെ ഭക്തന് നാശമില്ല എന്നുള്ളത് ഭഗവാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഭക്തന് അഹങ്കാരം വന്നാൽ നാശത്തിക്ക് പോവാന്ന് പറഞ്ഞാൽ ഭഗവാൻ അത് സമ്മതിക്കില്ല. അപ്പോൾ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് വാമനാവതാരം ഏറ്റെടുത്തും കൊണ്ട് അവിടെ ഭഗവാൻ വന്നിട്ട് ആ മഹാബലിയെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ മഹാബലി ചരിതം ആ സന്ദർഭത്തിലും അതേ പ്രഹ്ലാദൻ വന്നിട്ട് ഭഗവാനെ സ്തുതിക്കുന്ന ആ ഒരു രംഗമൊക്കെ ഉണ്ട് ഭാഗവതത്തിൽ. അപ്പോൾ വീണ്ടും അത് ഓർമ്മപ്പെടുത്തുകയാണ്, താൻ അന്ന് പ്രഹ്ലാദന് വാക്ക് കൊടുത്തതാണ് ആ വംശത്തിലുള്ള ആർക്കും ഒരു സന്മാർഗത്തിൽ നിന്ന് അവർ മാറാൻ ഞാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം എൻ്റേതാണ്, അവർക്ക് മോക്ഷം ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളതാണ് എന്നുള്ള ഭാവത്തിലാണ്. ആ ഒരു വംശത്തിൽ ആർക്ക് ഒരു അഹങ്കാരം വരിക, അല്ലെങ്കിൽ ഒരു ധിക്കാരം വരിക, അല്ലെങ്കിൽ സന്മാർഗത്തിൽ നിന്ന്, ധർമ്മത്തിൽ നിന്ന് അവർ വ്യതിചലിച്ച് പോവാന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഭഗവാൻ ഇടപെട്ടിട്ട് അവരെ അനുഗ്രഹിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ മഹാബലിയുടെ ഉദാഹരണം അത് എടുത്തു പറയാനുള്ള ഒരു ഉദാഹരണം തന്നെയാണ് ആ ഒരു കാര്യത്തിൽ. എന്തായാലും ഇന്നത്തെ വാക്കുകളും ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.